നമസ്കാരം. കേരളം ഇനി ആര് ഭരിക്കും എന്നറിയാൻ ഇനി 2 ആഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ. മെയ് മാസം 4-ാം തീയതി ഫലമറിയുമ്പോൾ നമുക്കറിയാം അടുത്ത 5 വർഷത്തെ നമ്മുടെ വിധി തുടർഭരണമായിരിക്കും എന്ന് LDF-കാർ പറയുന്നു. ആത്മവിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ട് അവർ 70-75 സീറ്റ് നേടി ജയിക്കുമെന്നാണ് പറയുന്നത്. UDF-കാർക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. അവർ 80-ന് മുകളിൽ സീറ്റ് പ്രതീക്ഷിക്കുന്നു. BJP ഭരണം പിടിക്കും എന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും 10 സീറ്റ് വരെ നേടുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണ പത്രവാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മാത്രമല്ല, സമൂഹത്തിൽ ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ആ ബോധ്യത്തെക്കുറിച്ച് വെളിയിൽ പറയാൻ നമ്മുടെ രാഷ്ട്രീയം നമ്മളെ സമ്മതിക്കുന്നില്ല. എന്നാൽ അത് പറയാതിരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ മാസം 9-ാം തീയതി വരെയാണ്. ഇനി നമുക്ക് ആരും അറിയാതെ സത്യം പറയാൻ ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് മറുനാടനെ കേൾക്കുന്ന സകലരോടും നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഗ്രൗണ്ട് റിയാലിറ്റി വിലയിരുത്തി നിങ്ങൾ എന്താണ് മനസ്സിൽ കരുതുന്നത് എന്ന് ഞങ്ങളോട് പറയുക. ഞങ്ങളോട് നിങ്ങൾ പറയുന്നത് ആരും അറിയുകയില്ല. നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നത് വരെ. നിങ്ങൾ പറയുന്നത് ശരിയായാൽ നിങ്ങൾക്ക് സമ്മാനം ഉറപ്പാണ്. എല്ലാ ചോദ്യങ്ങളും ശരിയാക്കുന്നവർക്കാണ് സമ്മാനം. എല്ലാ ചോദ്യങ്ങളും ശരിയാക്കുന്ന ആരുമില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ശരിയാക്കുന്നവർക്ക് സമ്മാനം കൊടുക്കും. 7 സമ്മാനമാണ് കൊടുക്കുന്നത്. 1-ാം സമ്മാനം, അതായത് എല്ലാ ചോദ്യങ്ങളും ശരിയാക്കുന്നവർക്കുള്ള 1-ാം സമ്മാനം 1 പവൻ്റെ സ്വർണമാണ്. അത് സ്പോൺസർ ചെയ്യുന്നത് കല്യാൺ ജ്വല്ലറിയാണ്. 2-ാം സമ്മാനം ഒരു iPhone 17 ആണ്, അതായത് ഏറ്റവും പുതിയ iPhone. അത് സ്പോൺസർ ചെയ്യുന്നത് കൊച്ചിയിലെ ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. 3-ാം സമ്മാനവും ഒരു iPhone 17 തന്നെ. അത് സ്പോൺസർ ചെയ്യുന്നത് UK-യിലും കേരളത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്ന സ്റ്റുഡൻസ് റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനം, അതായത് വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ കമ്മീഷൻ വാങ്ങാതെ കൊണ്ടുപോകുന്ന സ്ഥാപനമാണ്. 4, 5, 6, 7 സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ പൈനാവിന് സമീപം നാടുകാണി കുന്നിന് മുകളിൽ പ്രവർത്തിക്കുന്ന കാനനം റിസോർട്ട്സ് ആണ്. കാനനം എന്ന് പറയുന്നത് ഇടുക്കിയിലെ ഏറ്റവും പ്രമുഖമായ റിസോർട്ടുകളിൽ ഒന്നാണ്. അവിടെ ഒരു രാത്രിയും പകലും ചെലവഴിക്കാനുള്ള ഫ്രീ കൂപ്പണാണ് കിട്ടുന്നത്. 4 പേർക്ക് അത് കിട്ടും. ഇത്രയും 7 സമ്മാനങ്ങൾ നേടാനുള്ള സുവർണ അവസരമാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ശരിയുത്തരം പറയുന്ന 7 പേർക്കാണ്. 7-ലധികം പേർ എല്ലാം ശരിയാക്കിയാൽ അല്ലെങ്കിൽ ഒരേ ഉത്തരം നൽകിയാൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും 7 പേരെ നിയോഗിക്കുന്നത്. എന്നാൽ എല്ലാം ശരിയാക്കിയവരുടെ പേര് വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേര് വിവരങ്ങൾ ഞങ്ങൾ പറയുന്നതാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഓൺലൈൻ വഴി ടിക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ടിക്ക് ചെയ്യേണ്ട ആ ഫോം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് ഓപ്പൺ ആകും. നിങ്ങളുടെ Gmail ലോഗിൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫില്ല് ചെയ്യാൻ സാധ്യമല്ല. നമുക്കറിയാം, എല്ലാ ഗൂഗിൾ ഫോമുകളും ഫില്ല് ചെയ്യണമെങ്കിൽ Gmail ലോഗിൻ ചെയ്തേ മതിയാവൂ എന്ന് നിർബന്ധമുണ്ട്. അതുതന്നെയാണ് ഇവിടെയും ഉള്ളത്. അല്ലാത്തവർക്ക് ഫില്ല് ചെയ്യാൻ കഴിയില്ല. 36 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം നൽകേണ്ടത്. 5 ചോദ്യങ്ങൾ ജനറൽ ചോദ്യങ്ങളും 31 ചോദ്യങ്ങൾ മണ്ഡലം സ്പെസിഫിക്കുമാണ്, അതായത് ഏത് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നതുമാണ്. ഇതിനധിക സമയമൊന്നും വേണ്ട, കാരണം 36 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ടിക്ക് ചെയ്താൽ മാത്രം മതിയാവും. ഒരാൾക്ക് ഒരു ഫോം മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കൂ. അതായത് 36 ചോദ്യങ്ങളും നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അത് പൂർത്തിയാകുന്നതിന് മുമ്പ് സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ നിങ്ങൾ പൂർണ്ണമായും ഇതിൽ പങ്കെടുക്കുന്നില്ല. IP അഡ്രസ് ചെക്ക് ചെയ്യാൻ സംവിധാനമുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും 1-ലധികം തവണ ആരെങ്കിലും ഫില്ല് ചെയ്യാൻ ശ്രമിച്ചാൽ, ഫില്ല് ചെയ്താൽ ആ അപേക്ഷ അസാധുവാകും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഞങ്ങൾ തൽക്കാലം ശേഖരിക്കുന്നില്ല, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഒഴികെ. എന്നാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടിയാൽ ഞങ്ങൾ നിങ്ങളെ ഇമെയിലിലൂടെ അറിയിക്കും. മറുനാടൻ മലയാളി പേജിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്യും. സമ്മാനം പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം നിങ്ങൾ ഇമെയിൽ വഴി ക്ലെയിം ചെയ്യുകയും നിങ്ങളുടെ ഫോൺ നമ്പരും മറ്റ് വിശദാംശങ്ങളും നൽകുകയും വേണം. സമ്മാനം കൈപ്പറ്റണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു ഔദ്യോഗിക ഐഡന്റിറ്റി കാർഡ് നൽകി ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഈ മത്സരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യവഹാരമുണ്ടെങ്കിൽ അതിൻ്റെ വ്യവഹാര പരിധി തിരുവനന്തപുരമായിരിക്കും. ഇന്നു മുതൽ, അതായത് 16-ാം തീയതി മുതൽ 30-ാം തീയതി അർദ്ധരാത്രി 12 മണി വരെയാണ് നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളത്. 30-ാം തീയതി കഴിഞ്ഞാൽ ആർക്കും വോട്ട് ചെയ്യാൻ സാധ്യമല്ല. മത്സര ലിങ്ക് ഞങ്ങൾ ഡിസാബിൾ ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനകം മത്സര ഫലവും ഞങ്ങൾ പ്രഖ്യാപിക്കും. മത്സരത്തിൽ ജേതാക്കളായവരുടെ വിശദാംശങ്ങൾ ഞങ്ങൾ ഇമെയിലിലൂടെ അറിയിക്കുമ്പോൾ ദയവായി
നിങ്ങൾ ഇമെയിൽ നോക്കുകയും വിശദാംശങ്ങൾ നൽകുകയും വേണം. നിങ്ങൾ ടിക്ക് ചെയ്യേണ്ട 36 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആ 36 ചോദ്യങ്ങളും ഒരു ഫോമിൽ തന്നെയാണ്. 36 ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ സബ്മിറ്റ് ബട്ടൺ അമർത്താവൂ. ആദ്യത്തെ 5 ചോദ്യങ്ങൾ ജനറൽ ചോദ്യമാണ്. ആരായിരിക്കും ഇനി കേരളം ഭരിക്കുക? LDF, UDF, NDA എന്നിങ്ങനെ 3 ഉത്തരമായിരിക്കും. 2 LDFന് എത്ര സീറ്റ് കിട്ടും? 0 മുതൽ 70 വരെ, 71 മുതൽ 75 വരെ, 76 മുതൽ 80 വരെ, 81 മുതൽ 90 വരെ, 90-ലധികം. ഈ 5 ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത് UDFന് എത്ര സീറ്റ് കിട്ടും? 0 മുതൽ 70 വരെ. LDFനോട് ചോദിച്ചതുപോലെ തന്നെ 5 ഉത്തരങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യണം. അടുത്ത ചോദ്യം BJP എത്ര സീറ്റ് നേടുമെന്നതാണ്. 0 സീറ്റ്, 1 മുതൽ 3 വരെ സീറ്റ്, 4 മുതൽ 6 വരെ സീറ്റ്, 7 മുതൽ 10 വരെ സീറ്റ്, 11 സീറ്റിലധികം എന്നാണ് ഈ ചോദ്യാവലിയിൽ 5 ഉത്തരങ്ങൾ. ഇതിലേതെങ്കിലും ഒന്നിൽ ടിക്ക് ചെയ്യണം. 5-ാമത്തേത് രസകരമായ ചോദ്യമാണ്. അടുത്ത കേരള മുഖ്യമന്ത്രി ആരായിരിക്കും? 5 പേരുടെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CPM-ൽ നിന്ന് പിണറായി വിജയനും ശൈലജ ടീച്ചറും, കോൺഗ്രസിൽ നിന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ഈ 5 ജനറൽ ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം നൽകേണ്ടത്. പിന്നെ നിങ്ങൾ ഉത്തരം നൽകേണ്ട 31 ചോദ്യങ്ങൾ 31 മണ്ഡലങ്ങളിൽ ആര് വിജയിക്കും എന്നതാണ്. ഓരോ ചോദ്യത്തിനും 3 ഉത്തരം വീതം LDFന്റെയും UDFന്റെയും NDAയുടെയും ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. മഞ്ചേശ്വരം, തൃക്കരിപ്പൂർ, തളിപ്പറമ്പ്, പേരാവൂർ, പേരാമ്പ്ര, ബേപ്പൂർ, തിരുവമ്പാടി, തവനൂർ, പൊന്നാനി, തൃത്താല, പാലക്കാട്, തൃശൂർ, മണലൂർ, കളമശ്ശേരി, കൊച്ചി, കുന്നത്തുനാട്, ദേവികുളം, ഇടുക്കി, പാല, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, തിരുവല്ല, ആറന്മുള, അമ്പലപ്പുഴ, കായംകുളം, കൊട്ടാരക്കര, പത്തനാപുരം, കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം. ഈ 31 മണ്ഡലങ്ങളിലെ 3 സ്ഥാനാർത്ഥികളുടെ പേര് വിവരം കൊടുത്തിട്ടുണ്ട്. ഈ 31 മണ്ഡലങ്ങളിലും ആര് ജയിക്കും എന്നാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. ഈ സുവർണാവസരം പാഴാക്കാതിരിക്കുക. നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഉത്തമ ബോധ്യത്തോടെ നിങ്ങളുടെ അനുഭവത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ടിക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ ശരിയുത്തരം പറയുന്ന 7 പേർക്കാണ് സമ്മാനം. 7 പേരിൽ അധികമുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ 7 പേർക്ക് കൊടുക്കും. പൂർണ്ണമായും സുതാര്യമായിരിക്കും. പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും. ഡിസ്ക്രിപ്ഷൻ പേജിലോ കമൻറ്റ് ബോക്സിലോ ഇട്ടിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്യുക.